കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കുടിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ നാച്ച്നിയുടെ ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നാച്ച്നിയുടെ ഒരു സത്വം അല്ലെങ്കിൽ ആ നാച്ച്നിയുടെ പൊടി ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ അല്ലാണ്ടുള്ള നാച്ച്നി ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നന്നായിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ പൊടി എടുക്കുന്നതുകൊണ്ട് അതിലേക്ക് നന്നായിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് നന്നായിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടുപ്പത്തായിട്ട് അത് വയ്ക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ടത്തെ കുഞ്ഞു കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് നമ്മളിങ്ങനെ അടുപ്പത്തേക്ക് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വയ്ക്കാൻ നേരത്ത് നല്ല വെള്ളം പോലെയായിട്ടായിരിക്കുന്നത്. കാരണം നമ്മൾ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് കട്ടയായിട്ട് വരും. ഒരുമാതിരി നന്നായിട്ട് കട്ടയായി വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുപ്പത്ത് നിന്ന് ഇത് മാറ്റുന്നത്. ഇപ്പോൾ നന്നായിട്ട് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാകം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇത് മിക്സിയിലൊക്കെ ഇട്ടൊന്ന് അരയ്ക്കാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യം എടുക്കുന്നത് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ബദാം എടുക്കണം. പിന്നെ ക്യാഷു ഉണ്ടെങ്കിൽ ക്യാഷു എടുക്കാം. പിന്നെ 3 പഴമാണ് എടുക്കുന്നത്. 3 പഴം നന്നായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വയ്ക്കാം. പിന്നെ വയ്ക്കുന്നത് നമ്മൾ ആ കട്ടിയായിട്ട് വച്ചിരുന്ന നാച്ചിനെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ചെയ്യുന്നത് നന്നായിട്ട് 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. ആ പാല് നന്നായിട്ട് കട്ടിയായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു മൊത്തമായിട്ട് കട്ടിയായില്ലെങ്കിൽ പോലും ഒരു പാകത്തിന് കട്ടിയായാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇതായിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മിക്സിയിലിട്ട് ഇതിലേക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഗ്രൈൻഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി തീർന്നു കേട്ടോ. അവളെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് പിന്നെ കുറച്ചങ്ങോട്ട് അങ്ങോട്ടൊക്കെ ഒന്നൊരു ഗാർണിഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയായി. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ്. കാരണം നാച്ച്നി എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് പണ്ട് കാലത്ത് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ബെനിഫിറ്റുകളാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. എൻ്റെ കുട്ടിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഷേക്കാട്ടോ, അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഹലോ, ഒന്ന് കുടിച്ചു നോക്കി എങ്ങനെയുണ്ടെന്നുള്ളത് പറ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഇടയ്ക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കൊക്കെ നമുക്കും ഉണ്ടാക്കി കൊടുക്കാമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നവരെ നിങ്ങളെല്ലാവർക്കും ബൈ.